ഇത് എൻ്റെ ഡ്രീമായിരുന്നു, ഓക്കെ ഐ അച്ചീവ് ചെയ്തു, ദാറ്റ് ഈസ് ആൻ അതർ പാർട്ട്. പക്ഷേ ഡ്രീം നമ്മൾ പുറത്തുനിന്ന് നോക്കിയിട്ട് വാവ് നല്ല രസമുണ്ട്, എനിക്കിവിടെ എത്തിച്ചേരണം, അതിലേ നമുക്കുള്ളൂ. അതിനകത്ത് കയറി പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ആക്ച്വലി കപ്പ് ഓഫ് ടീ ആണോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഇതെൻ്റെ ഡ്രീമായിരുന്നോ. ശരിക്കും ഈ ഫ്ലൈറ്റിൽ ടർബുലൻസ് വരുമ്പോഴും നിങ്ങൾ ഒരു പ്രശ്നവുമില്ലാത്തൊരു സീറ്റ് ബെൽറ്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഇറ്റ്സ് എ ഹാബിറ്റ്. എവറി ഡേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അത് നമുക്ക് ഹാബിറ്റായിട്ട് അതൊന്ന് നമ്മുടെ ലൈഫിൽ ഒരു ഭാഗമായിട്ട് അങ്ങ് പോകും. ഐ ഓൾവേസ് സേ വൺ ഡയലോഗ് ടു എവരിവൺ, നോ വൺ പേസ് മൈ ബിൽ. Hi everyone, this is me Keerthi and welcome back to a brand new episode of Made It by NVM. അപ്പം ഇന്ന് മേഡിറ്റിൽ എൻ്റെ കൂടെ ഇപ്പം ജോയിൻ ചെയ്യുന്നത് ഈ സമൺ ദാറ്റ് ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു മീറ്റ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പം ഗൾഫിൽ വന്നതിന് ശേഷം വി ആർ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ്. അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻസ് ആണ് എമിറേറ്റ്സ് എയർലൈൻസ്. അതിലെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ആൻഡ് ഏവിയേഷൻ ഇൻഫ്ലുവൻസർ Zainab. വെൽക്കം ടു മേഡ് ഇറ്റ്. Thank you so much. How are you? I'm good. Yeah. Awesome. How are you? Amazing. Also because you are here. ഞാൻ പറഞ്ഞതുപോലെ we have been texting since a long time ഇപ്പോൾ. because ഞാൻ ഈ ഒരു I wanted you to come here. എനിക്ക് എയർ ഹോസ്റ്റസിനെ whenever I see I fancy like കൊള്ളാലോ, എന്തായിരിക്കും ഇവരുടെ പിന്നിലത്തെ കഥ. So I wanted to know that stories. If I may ask, ഞാനാണോ ആദ്യത്തെ എയർ ഹോസ്റ്റസ് ഇവിടെ? എൻ്റെ പോഡ്കാസ്റ്റിലെ ഫസ്റ്റ് പേഴ്സൺ യു ആണ്. Okay, I'm privileged. Thank you so much. Yeah. So he made it in a purpose is that we want to know more about like about the field, like what happens behind the screen. നമ്മൾ കാണുന്ന ഒരു ഇതിന് പിന്നിലുള്ള കഥകളാണ് നമ്മൾ കൂടുതലും അറിയുന്നത്. സോ ഐ വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദ വെരി ബേസിക് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും ഹൗ ടു അപ്ലൈ ഫോർ എൻ എമിറേറ്റ്സ് ജോബ്, ഹൗ ടു ബി എൻ എയർ ഹോസ്റ്റസ് ഓർ എ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, ഹൗ ടു ബി വൺ വിത്ത് എമിറേറ്റ്സ്. എമിറേറ്റ്സ് എന്ന് മാത്രമല്ല ഏതൊരു എയർലൈൻസിൽ കയറി പറ്റണമെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ഏത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണോ നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ മൈ എയർലൈൻ, ബിക്കോസ് ഐ എം ലൈക്ക് ഞാൻ ഈ ഒരു എയർലൈൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. സോ ഇൻ അവേഴ്സ് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണം. ആ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലൈക്ക് യു ഹാവ് ടു സബ്മിറ്റ് യുവർ CV, യുവർ ഡോക്യുമെൻറ്റ്സ്, യുവർ സ്കൂൾ ആൻഡ് കോളേജ് ഗ്രാജുവേഷൻ ഡോക്യുമെൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. ദാറ്റ്സ് ദ മെയിൻ തിങ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പിന്നെ വിളിക്കുക. സോ ദാറ്റ് ഓൾ ബേസ്ഡ് ഓൺ യുവർ ലക്ക് ഓർ ഹൗ ദ സർട്ടൻ തിങ്സ് യു സബ്മിറ്റഡ്, ലൈക്ക് CV, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഷോർട്ട് ലിസ്റ്റ് കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഇല്ലേ, അതൊക്കെ നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ കോൺഫിഡൻസും ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ അത് ടാക്കിലപ്പ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഫസ്റ്റ് കയറി പറ്റണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ആവശ്യമുള്ളൊരു കാര്യം CV. സോ CVനകത്ത് മെയിനായിട്ട് വേണ്ടത് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അതിനകത്ത് പ്രോപ്പറായിട്ട് കൊടുത്തേ പറ്റുള്ളൂ. മീൻസ് ഫോർ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. പീപ്പിൾ ലൈക്ക് ഐ മീൻ സോ മെനി പീപ്പിൾ ആർ ദെയർ, ദീസ് ടീനേജേഴ്സ് ആൻഡ് ഓൾ, ലൈക്ക് ദേ ടെക്സ്റ്റ് മീ, ദേ മെസ്സേജ് മീ ലൈക്ക് ഹൗ ടു ബി, എന്താ ചെയ്യേണ്ടത്. പക്ഷെ നോക്കുമ്പോൾ 7th 8th 9th പഠിക്കുന്നതാ. ഫസ്റ്റ് യു അറ്റ്ലീസ്റ്റ് ഫിനിഷ് 12th standard. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. That's the basic qualification and that's what you require also. I mean അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. They only want minimum is higher school graduation. So 12th എങ്കിലും കഴിയണം, 12th പാസ് ആവണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ ജസ്റ്റ് ആൻ അഡ്വാൻറ്റേജ്. It's a plus point, it's a bonus. Yeah, like we constantly learn എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ if you want to take it a little further it's still fine. It's still fine. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ഏജ് ഗ്രൂപ്പ് എന്നുള്ളൊരു കാറ്റഗറി വരുന്നില്ലേ for this profession? Is there a category when we can apply ഒരു ഏജ് ഗ്രൂപ്പ്? Yeah, നമ്മളുടെ എയർലൈനിൽ or most of the GCC എയർലൈൻ minimum 21 is the requirement. 21 അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. It's because mainly GCC countries are Muslim countries, Islamic country ആയതുകൊണ്ട് there is like on board there is alcohol. So because of that it's 21 plus. Okay. പക്ഷെ ബാക്കി പല എയർലൈൻസിലും മിനിമം is 18. I mean I guess like Indian Airlinesil പിന്നെ വേറെ like international kind of means other European and US Airlinesilൊക്കെ മിനിമം is 18. ബട്ട് നമ്മളുടെ 21 ആയിരിക്കണം. മാക്സിമം ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇല്ല. You can be any age to apply. I mean there are people asking me, ഇത്ര വരെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അവർ നമ്മളെ കൺസിഡർ ആക്കോ, അങ്ങനെയൊന്നുമില്ല. ഇപ്പം if you're 30, 35, 40 doesn't matter, go for it. As I told you, it's based on your CV and based on your performance and confidence.
എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം ഈസ് വാട്ട് ഈസ് ദ കൈൻഡ് ഓഫ് വർക്ക് കൾച്ചർ വിത്ത് ഏവിയേഷൻ ഫീൽഡ്. ഇത് നമ്മളിപ്പം ഒരു 9 to 5 ജോബ് ഇഫ് യു ടേക്ക് GCC കൺട്രീസിൽ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് എൻ ഐഡിയ വാട്ട് ഈസ് ദ കൾച്ചർ, വർക്ക് കൾച്ചർ. സോ നമ്മൾ കാണുന്ന ഈസ് ഓൾ ദ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ഓഫ് ദ ജോബ്. ഓക്കെ, റൈറ്റ് നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് സ്ലീപ്പ്, ഐ എം കമ്മിങ് ടു ദാറ്റ്. യാ, പക്ഷേ അതിന് മുന്നേ വാട്ട് ഈസ് ദ ആക്ച്വലി ദ വർക്ക് കൾച്ചർ ദേ? ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴേ I would say 90% of the people in aviation industry are zombies. They are not humans anymore. I mean, not exhausted. Like എല്ലാം കൊണ്ടും I won't say their body or their lifestyle or anything is working on balance. Because നമുക്ക് different time schedule ആണ്, നമ്മൾ ഡിഫറെൻറ്റ് ടൈം സോണിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ എന്ന് മാത്രമല്ല, ഇൻ ഫ്ലൈറ്റിലുള്ളത് ഇപ്പോൾ ഫ്ലൈറ്റ് ഡെക്ക് വിച്ച് ഇസ് പൈലറ്റ്സ്, അതും നമ്മൾ ക്യാബിൻ ക്രൂ ഒക്കെ ഡിഫറെൻറ്റ് ടൈം സോണും ഡിഫറെൻറ്റ് കൺട്രീസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറെ ഏവിയേഷൻ ഇൻഡസ്ട്രി നോക്കുമ്പോൾ എയർപോർട്ട് ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റാഫ്സ് ഉണ്ട്. ഇവരുടെ ഒക്കെ റൂട്ടീൻ നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഏതർ 2x2, 4x4, വിച്ച് മീൻസ് ഇറ്റ്സ് 2 days ഡേ ടൈം, 2 days നൈറ്റ്, 2 days ഓഫ്. സോ അവരുടെയും ഡിഫറെൻ്റ് ആണ്. ഏതൊരു കൺട്രിയിലും ഏതൊരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഒരു 9 to 5 ഓഫീസ് ജോബ് അല്ല. അൺലെസ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, വേറെ ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസ്റ്റിൽ അവർക്കൊക്കെ ഒരു 9 to 5 ഓഫീസ് ജോബ് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റിൽ ഓക്കെ. ബട്ട് ബാക്കിയുള്ള മിക്ക ഡിപ്പാർട്ട്മെൻറ്റിലും ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈം ആൻഡ് I would say the requirements is much more. See, like for example, 9 to 5 ഓഫീസ് ജോബിൽ നമ്മൾ ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഗ്രൂം ചെയ്തില്ല, അല്ലെങ്കിൽ അത്ര നമ്മളൊരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ ബിക്കോസ് വി ആർ ഓഫ് സ്ക്രീൻ. ലൈക്ക് ഐ മീൻ വി ആർ നോട്ട് ഡീലിംഗ് വിത്ത് സോ മെനി പീപ്പിൾ. നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ഏതൊരു കസ്റ്റമർ സർവീസ് ഫീൽഡിൽ നമ്മൾ കുറേ കസ്റ്റമേഴ്സായിട്ട് മുന്നിൽ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് സർട്ടൺ തിങ്സ് ഓൾസോ. പേഴ്സണൽ ഗ്രൂമിങ്, നമ്മളുടെ ഐ മീൻ മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. ബാക്ക് ഇൻ ദ ഹോം ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും വി ഹാവ് ടു പുട്ട് ദാറ്റ് സ്മൈൽ ആൻഡ് ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദി പീപ്പിൾ. വെൻ യു ആർ ടോക്കിംഗ് എൻ്റെ മനസ്സിൽ അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് നമ്മളൊരു whenever we travel, we never see an unpleasant ground stuff. Most of the times we don't. They greet and they meet and they are very prim and proper. That is one factor that one fact, I mean, which that is actually necessary for our job, for our work. അത് വൺ ഓഫ് ദി നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ചെയ്യാതിരിക്കാനുള്ളൊരു ഓപ്ഷനേ അവിടെ ഇല്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ to the back we have to take care of that things also. I mean നമ്മളുടെ പേഴ്സണൽ അപ്പിയറൻസ് നമ്മൾ which is physical appearance നമ്മൾ ടേക്ക് കെയർ ചെയ്തിരിക്കണം. കസ്റ്റമേഴ്സിന് ഡീലാകുന്നുണ്ട്, അതിന് തന്നെ നമ്മൾ എത്ര ടൈം എടുക്കും? നമ്മളൊരു വർക്കിന് മുന്നേ തന്നെ കുറേ മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്. ഓക്കെ, ഇഫ് സംതിങ് ഹാപ്പൻസ് ലൈക്ക് മെൻ്റലി ഇപ്പം ഞാൻ ഓക്കെ അല്ല, പക്ഷേ എനിക്ക് വർക്ക് ഉണ്ട്, അവിടെ ഞാൻ ഓക്കെ ആയേ പറ്റുള്ളൂ. അതിന് നമുക്കൊരു ടൈം എടുത്തല്ലേ പറ്റുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ബി കാം, ബി പേഷ്യൻറ്റ്, യു ആർ ഗോയിങ് ഫോർ വർക്ക്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് കരച്ചിലും പിടിച്ചിലൊക്കെ ആവാം. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആക്കുക. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ടൈമിനും കാട്ടി കൂടുതൽ നമ്മൾ വർക്ക് എപ്പോഴും ചെയ്യുന്നുണ്ട് ഓൺ അവർ പേഴ്സണൽ ഗ്രൂമിങ് ഓർ എൽസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓർ എൽസ് ലൈക്ക് വാട്ട് എവർ മീൻസ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് അവർ വർക്ക് ഹാസ് ദിസ് ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് തിങ്സ്. സോ നമ്മൾ കറക്റ്റ് ടൈം അവിടെ എത്തിയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ മുന്നേ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. സോ മൊത്തത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ more effort and more time കൊടുക്കുക നമ്മളുടെ. And mental strength is very important from what you are saying. I was trying to emotional intelligence, that is actually a very important factor in ours. Like see, I mean, we all are humans. We all make mistakes, we all have our ups and downs. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് ഹയർ ലെവലിലായിരിക്കണം. ഇറ്റ്സ് നോട്ട് ഹൈ ലൈക്ക് നോട്ട് ജനറൽ നോളേജ് ഓർ എൽസ് ഈ നമ്മളെന്തോ വലിയ സിക്സ് സെൻസ് ഉണ്ടാവണമെന്നൊന്നുമല്ല. ബട്ട് വെൻ സർട്ടൺ സിറ്റുവേഷൻ ഹാപ്പൻസ്, എസ്പെഷ്യലി വെൻ എമർജൻസി ഹാപ്പൻസ്, വി ഹാവ് ടു ഹാൻഡിൽ ദാറ്റ്. അപ്പോൾ അതവർ നോക്കും ഇഫ് ദിസ് പേഴ്സൺ ഇസ് കേപ്പബിൾ ഓഫ് ദാറ്റ് ഓർ നോട്ട്. അങ്ങനത്തുള്ള ആൾക്കാർ മാത്രമേ ഏവിയേഷനിലോട്ട് കയറി പറ്റാറുള്ളൂ. അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാർ ആക്ച്വലി നോർമൽ ആൾക്കാർ, ഐ മീൻ എവ്രി വൺ ഇസ് നോർമൽ, പക്ഷേ ബാക്കിയുള്ളതിനും കാട്ടി നമ്മൾ കുറച്ചും കൂടെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് ചിലപ്പോൾ നടക്കൂല. നമ്മൾ ആൻഡ് മിക്ക ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും കൂടുതൽ വർക്കിലോട്ട് തന്നെ ആയിരിക്കും കമ്മിറ്റഡ്, വർക്കഹോളിക് ആയിരിക്കും. ബിക്കോസ് ഇൻ ദിസ് മോഡേൺ ജനറേഷൻ ഇപ്പോൾ 100-ൽ 99 ആൾക്കാർക്കും ട്രാവൽ ഇസ് വാട്ട് ദേ വോണ്ട്. ഏതൊരു 9 to 5 ഓഫീസ് ജോബിലുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാലും നോർമൽ ഏതൊരു ആൾക്കാരാണെങ്കിലും പൈസയൊക്കെ സേവ് ചെയ്ത് അവരുടെ ഒരു ലെഷർ ടൈം അല്ലെങ്കിൽ പ്ലെഷർ ടൈം എന്നൊക്കെ വെക്കുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മീ ടൈം എടുത്ത് പോകണം, കറങ്ങണം. അറ്റ്ലീസ്റ്റ് സോളോ ട്രാവലിംഗ് ഓർ എൽസ് ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട്. സോ ട്രാവൽ ഇസ് ദ മെയിൻ ഫാക്ടർ ഇൻ ദിസ് എറ നൗ.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏവിയേഷനുള്ള ആൾക്കാർക്ക് ഇത് പ്രിവിലേജ്ഡ് ആണ്. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ഫ്രീ, ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ഡിസ്കൗണ്ടഡ്. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫിന് പോലും ഓക്കെ, അവർ എയർ ഹോസ്റ്റേഴ്സ് അല്ല, ക്യാബിൻ ക്രൂ അല്ല, അവർക്ക് ഫ്ലൈ ചെയ്യാൻ ഫ്രീക്വൻ്റ്ലി പറ്റുന്നില്ലെങ്കിൽ പോലും അവർക്കും കുറേ പ്രിവിലേജസ് കിട്ടുന്നുണ്ട്, ഫ്രീ ടിക്കറ്റ്സ്, ഫ്രീ വെക്കേഷൻസ് ആൻഡ് ഓൾ. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ആകുമ്പോഴില്ലേ, നമ്മൾ അതിനെ ഗ്രാൻഡഡ് ആക്കി എടുക്കൂല. വിൽ ബി ലൈക്ക് ദിസ് ഇസ് വാട്ട് ഈസ് നീഡഡ്. ഇത് നമുക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്താണെന്ന് പറയുമ്പില്ലേ, മിക്ക ഏവിയേഷനുള്ള ആൾക്കാർ എടുത്ത് നോക്കിക്കോ, ദേ വിൽ ബി വെരി കമ്മിറ്റഡ്, ദേ വെരി വർക്കഹോളിക്. അവർക്ക് അത് മാത്രമാണ് അവരുടെ ലൈഫ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളില്ലേ, ലൈക്ക് ഫാമിലി, ഫ്രണ്ട്സ്, ഫൺ ടൈം, മെയിൻലി ദീസ് ഒക്കേഷൻസ് ലൈക്ക് ബർത്ത്ഡേസ്, വെഡ്ഡിങ്സ്, ഇതൊക്കെ മിസ് ഔട്ട് ആവും. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആ ഒരു വർക്ക് കൾച്ചർ നോക്കുമ്പോൾ യു ഷുഡ് ബി റെഡി ഫോർ ദാറ്റ്, റെഡി ഫോർ എവറിത്തിങ്. ദാറ്റ് മേക്സ് സെൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഐ ഫോളോ ദിസ് വ്ളോഗ്സ്, ഏവിയേഷൻ വ്ളോഗ്സ്, ലൈക്ക് നമ്മുടെ എയർ ഹോസ്റ്റേഴ്സ്മാരൊക്കെ ചെയ്യുന്ന, ഐ ലൈക്ക് സീയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ സം ഓഫ് ദം ദേ മാരി ആൻഡ് ദെൻ ദേ ടേക്ക് എ ബ്രേക്ക്. സോ ആൾക്കാർ വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ദേ സേ ലൈക്ക് ഓ ഇത്ര നല്ല ജോബ് ചെയ്യുന്നു, ബട്ട് ഫോർ ദം ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ് ഫോർ ദം. ലൈക്ക് അവർക്ക് തോന്നുന്നത് അതാണ്, ആ ഒരു ബ്രേക്ക് മച്ച് നീഡഡ് ബ്രേക്ക് ആയിരിക്കും. പറഞ്ഞതുപോലെ ഏതർ യു നീഡ് ടു ഇൻവെസ്റ്റ് കംപ്ലീറ്റ്ലി ഇൻ ദാറ്റ്, ഓർ യു നീഡ് ടു ഫൈൻഡ് എ പാർട്ട്ണർ ഹു ഇസ് സപ്പോർട്ടിങ് ദിസ് സെയിം ഡ്രീം. അല്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇഫ് യു ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ബ്രേക്ക്, ടേക്ക് എ ബ്രേക്ക്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു വാട്ട് 3 ഡിസിഷൻസ് ഒന്നായിരിക്കും എവറി പേഴ്സൺ വിൽ ബി ടേക്കിംഗ്, റൈറ്റ്? ഐ മീൻ സോളോ ആയിട്ട് നിൽക്കുന്നവർക്ക് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ നല്ലോണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഐ മീൻ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഇസ് അലോൺ ആൻഡ് സിംഗിൾ, നോട്ട് ഇൻ യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ബട്ട് all in the case like if you're really solo, I mean വേറെ ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എല്ലാം നിന്നെ മനസ്സിലാക്കി നിങ്ങളുടെ മറ്റേ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ചിയർ ലീഡറായിട്ട് കൊണ്ടുപോകുന്ന ഒരു സറൗണ്ടിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി മാനേജ് ദാറ്റ്. ബിക്കോസ് വേറെ ആരെയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ദിസ് യു സെഡ്, that person took that break, it's because that person understood that person is not solo, she has a partner, and that person have to maintain that. ഓപ്പോസിറ്റ് ഉള്ള ആൾ ചിലപ്പോൾ അത് കൂടുതൽ സപ്പോർട്ടീവ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, ഓപ്പോസിറ്റ് ആൾക്കും അവരുടെ കാര്യങ്ങളുണ്ടാവും. സോ വാട്ട് ഷീ ഡിഡ്, ഷീ ടുക്ക് എ ബ്രേക്ക് സോ ദാറ്റ് ഷീ ക്യാൻ ബാലൻസ് ദാറ്റ് ലൈഫ്. അപ്പോൾ നമ്മുടെ സറൗണ്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ടീവ് അല്ലെങ്കിലില്ലേ, നമുക്കത് ഒരു നാളെത്തുമ്പോഴത്തേക്ക് വി വിൽ ബി ലൈക്ക് this is not balancing, so we need to take a break. എന്ന ഒരു സിറ്റുവേഷൻ വരും. If you're solo, it's okay. I mean, you can just maintain that and keep on going. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എക്സ്പെഷ്യലി ഈ റീസെൻറ്റ് ഏവിയേഷൻ ആക്സിഡൻസിനൊക്കെ ശേഷം വി ഹാവ് ദ വൈൽഡസ്റ്റ് ഓഫ് തോട്ട്സ്. ഒരു ടർബുലൻസ് ഇറ്റ് ക്യാൻ ബ്രിങ് ഔട്ട് ദ വേഴ്സ്. ലൈക്ക് എനിക്ക് ഐ എം സമൺ ഹു ഹാസ് ബീൻ ട്രാവലിംഗ് ഫ്രം വെരി യങ് ഏജ്, കാരണം ഞാൻ സൗദിയിലാണ് സ്കൂളിങ് ചെയ്തത്. സോ ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ഓൺ ആൻഡ് ഓഫ്. പക്ഷേ ഇതിന് ശേഷം വെൻ വി ഹിയർ ഓൾ ദിസ്, ഐ ഹാവ് മൈ വൈൽഡ് ഇമാജിനേഷൻ ടർബുലൻസ് വരുന്ന സമയത്ത്. സോ ടോക്കിംഗ് അബൌട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് യു ആർ ട്രെയിൻ ഫോർ ദാറ്റ്. ശരിക്കും ഈ ഫ്ലൈറ്റിൽ ടർബുലൻസ് വരുന്ന സമയത്ത് ഐ ഒബ്സർവ് ദ ഫേസസ് ഓഫ്, ഐ ലുക്ക് അറ്റ് ദ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ്, ബിക്കോസ് സ്റ്റുവാർഡ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കും. അവർക്ക് സ്ട്രെസ് ഉണ്ടോ, ദേ ആർ സോ കാം. അതെങ്ങനെയാണ് ഇത്ര കാമായിട്ട് ടർബുലൻസ് വരുമ്പോഴും നിങ്ങൾ ഒരു പ്രശ്നവുമില്ലാത്ത പോലെ സീറ്റ് ബെൽറ്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് കാംനെസ്? ഈസ് ഇറ്റ് ഫേക്കിംഗ് ഓർ ഈസ് ഇറ്റ് യു ആർ ട്രെയിൻ ഫോർ ദാറ്റ്? രണ്ടുമല്ല, ഇറ്റ്സ് എ ഹാബിറ്റ്. എവറി ഡേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതിപ്പോൾ എത്ര ചെറുതായാലും വലുതായാലും ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിക്കുക, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഹാബിറ്റായിട്ട് അതൊന്ന് നമ്മളുടെ ലൈഫിലൊരു ഭാഗമായിട്ട് അങ്ങ് പോവും. പേടി ഉണ്ടായ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കയറിയ സമയത്ത് ഐ മീൻ ഇത് എൻ്റെ ഡ്രീമായിരുന്നു. ഓക്കെ, ഐ അച്ചീവ് ചെയ്തു, ദാറ്റ് ഈസ് ആൻ അതർ പാർട്ട്. പക്ഷേ ഡ്രീം നമ്മൾ പുറത്തുനിന്ന് നോക്കിയിട്ട് വാവ് നല്ല രസമുണ്ട്, എനിക്കിവിടെ എത്തിച്ചേരണം, അതിലേ നമുക്കുള്ളൂ. അതിനകത്ത് കയറി പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ ആക്ച്വലി കപ്പ് ഓഫ് ടീ ആണോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, ഇതെൻ്റെ ഡ്രീം ആയിരുന്നോ. സോ അതൊക്കെ മനസ്സിലാക്കി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ ചിലർ കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകുന്നു, കാരണം ഇത് എൻ്റെതല്ല, ഇത് എനിക്ക് പറഞ്ഞതുള്ളതല്ല. ചിലർ ഇതിനകത്ത് വർഷങ്ങളോളം ഇരിക്കുന്നു. ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ സെൽഫ് റിയലൈസേഷൻ. സോ ഇനീഷ്യലി ഞാൻ കയറിയ സമയത്ത് എനിക്കുണ്ടായിരുന്നു ദ ഫസ്റ്റ് മേ ബി ഐ വുഡ് സേ 2-3 ഫ്ലൈറ്റ്സ്. ഈവൻ ഐ വാസ് ഹാവിങ് ദാറ്റ് കൺസേൺ, വെൻ സംതിങ് ഹാപ്പൻസ് ഐ വുഡ് ബി ലൈക്ക്. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചിട്ടില്ല, ഞാനത് പുറത്ത് ഫേക്ക് ഔട്ട് ചെയ്യും. സോ ഇൻ ദാറ്റ് വെൻ യു ലൈക്ക് ബിഫോർ ആസ്ക് ചെയ്ത മാതിരി ഫേക്കിംഗ് ഔട്ട് ആണോ ട്രെയിൻഡ് ആയിരുന്നോ എന്ന്, നമുക്കിതിനകത്ത് ആക്ച്വലി
അങ്ങനെ വലിയ ട്രെയിനിങ് ഒന്നും തന്നിട്ടില്ല. അവരാകെ പക്ഷെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്, ദിസ് ഹാപ്പൻസ് ആൻഡ് ഇറ്റ് വിൽ ഗോ ഓഫ്. ലൈക്ക് സി ഇഫ് ടർബുലൻസ് ഹാപ്പൻസ് ഓർ സംതിങ് എമർജൻസി സിറ്റുവേഷൻ ഹാപ്പൻസ്, അതെന്തായാലും ഏതൊരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഇരിക്കില്ലല്ലോ. കുറേ കഴിയുമ്പോഴത്തേക്ക് അതെന്തായാലും നമ്മൾ ആരെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്തായാലും പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ടെർബുലൻസ് ഇസ് ഹാപ്പനിങ് ബിക്കോസ് നമ്മൾ പോകുന്ന റൂട്ടിൽ ആ കുറച്ച് നേരത്തേക്ക് ആ ഒരു ഭാഗത്ത് സംഭവം വരുന്നത് കൊണ്ടാണ്. അതെപ്പോഴും ടെർബുലൻസ് ആവണമെന്നില്ല, കുറച്ചും കൂടെ ആ റൂട്ട് നമ്മൾ വേറെ വേയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ടെർബുലൻസ് കഴിയും. സോ ദേ ഹാവ് ട്രെയിൻഡ് us by saying this thing that it will pass away. This too shall pass. So don't take that too much into your head. When that happens, it's obviously you will feel kind of certain down, but അത് മനസ്സിലാക്കിയിട്ട് ഇത് പോകുമെന്ന് പറഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് പോവുക. പക്ഷേ ഇനീഷ്യലി ഫേക്ക് ഔട്ട് ചെയ്യേണ്ട രീതിയും വന്നിട്ടുണ്ട്. ലൈക്ക് ഐ മീൻ വി കാൻ ഷോ ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ കസ്റ്റമേഴ്സ്. ഇറ്റ്സ് നോട്ട് പ്രൊഫഷണൽ. സോ ഇതൊക്കെ ആദ്യം നോക്കിയിട്ടാണ് ആക്ച്വലി നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ നമ്മൾ സെലക്ട് ആക്കുന്നത്. അത് എങ്ങനെയാണ് ഇപ്പം എനിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇവിടം വരെ എത്തിയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇതൊന്നും ഞാൻ ചെറുപ്പത്തോട്ട് ട്രെയിൻഡ് ഔട്ട് ആയിട്ടില്ല. എനിക്ക് ഇനീഷ്യലി കുറച്ച് പേടിയും കാര്യമൊക്കെ ഉണ്ടായാലും എനിക്ക് അത്രയ്ക്ക് വന്നിട്ടില്ല. ഐ ഡോണ്ട് നോ ബിക്കോസ് ഓഫ് വാട്ട്. മേ ബി ചെറുപ്പത്തിൽ തൊട്ടേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടും ആഗ്രഹമുള്ളത് കൊണ്ടും ആയേക്കാം. ഓർസ് മേ ബി ഐ വാസ് വെരി അഡ്വഞ്ചറസ് ഓൾസോ ഫ്രം ദി വെരി ചൈൽഡ്ഹുഡ്. ലൈക്ക് ഡേഞ്ചറസ് സ്പോർട്സ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഐ സോ ദ സ്കൈ ഡൈവിംഗ്. ഈവൻ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. കുട്ടി 2 തവണ ചെയ്തു, ഞാൻ 1 തവണ ചെയ്തു. ഐ ഫ്രം സ്കൈ ഡൈവ് Dubai only. Dubai Palm? Dubai Palm. That nice. View. Oh, nice. How was it? Like how they write, you know, ഇത് ചെയ്തതിന് ശേഷം you will find it like you're still above everyone, like ഒരു floaty എന്ന feeling. They have written one quote, അത് ഞാൻ exactly ഇപ്പം മറന്നുപോയി. So they feel like we feel like we have achieved something. ആ ഒരു that was the same feeling for many days. I want to do it again. Like, you know, I really love that. Yeah. Oh, nice. Yeah, you should try in other countries. I will do. Yeah, definitely. കമ്മിങ് ബാക്ക്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞപ്പം, ഈ പാസഞ്ചേഴ്സ് പാനിക് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഐ ഹാവൻ സീൻ ഇൻ പേഴ്സൺ മച്ച്, ബട്ട് പീപ്പിൾ മേ ഹാവ് എയറോഫോബിയ. ഹൗ ഡു യു ഹാൻഡിൽ, ലൈക്ക് ഡു ദേ കം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെയായിട്ട് പേഴ്സണലി ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ trained, I mean our trainers used to tell us certain situations which happened before. ഓൺ ബോർഡിൽ നടന്ന കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞത് നമുക്ക് ട്രെയിൻ ചെയ്യും, ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന്. സോ എനിക്ക് പേഴ്സണലി വരാത്തതുകൊണ്ട് എനിക്ക് ഞാൻ ഇതുവരെയായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടില്ല. ബട്ട് കേട്ടറിവ് വെച്ചിട്ട് ഇപ്പം അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രം ദി വെരി ബിഗിനിങ് വിൽ ബി ഒബ്സർവിങ് ദാറ്റ് പേഴ്സൺ, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഓക്കെ ഓർ നോട്ട്, ഇഫ് ദാറ്റ് പേഴ്സൺ നീഡ് സംതിങ് ഓർ നോട്ട്. ആൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പറയാൻ, എനിക്ക് ഈ ഒരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു കൺസേൺ ഉണ്ടെന്ന്. കാരണം ബട്ട് വി ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദ ബിഹേവിയർ, ദെയർ ബോഡി ലാംഗ്വേജ് മെയിൻലി. And we observe, always we observe, like from the very beginning to the end, each second we'll be observing that person. So accordingly, if that person is feeling uncomfortable or if not able to process anything with whatever is going on in the flight, we will go and we'll be there. Like see, ipo aerophobia undengil namakku ainathru medicine illa, namakku convincing and making them understand. Yeah, it's just convincing them, making them understand, like see, we are there with you, whatever happens nammal ivide undu ningale help aakan vendi, don't be concerned, പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ നമ്മൾ ഒരു മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ഒരു അഡ്വൈസ് കൊടുത്തിട്ട് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് ജസ്റ്റ് മേക്കിംഗ് ദം ഫീൽ ലൈക്ക് നമ്മൾ അവരുടെ ഒരു ക്ലോസ് വൺ തന്നെയാണ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുത്തിട്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. ഓക്കെ. ഈ നമ്മളിപ്പം ഫ്ലൈറ്റ് എറ്റിക്വറ്റ്സിനെ കുറിച്ച് പൊതുവേ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. ബട്ട് വാസ് ദർ എ സിറ്റുവേഷൻ ദറ്റ് യു വോണ്ട് ടു ടെൽ, അല്ലെങ്കിൽ ഇപ്പം പറയുവാണെങ്കിൽ വാട്ട് ഈസ് വൺ ടിപ്പ്, അണ്ടർറേറ്റഡ് ടിപ്പ് യു വുഡ് ടെൽ പീപ്പിൾ, ദിസ് ഇസ് വെരി ഗുഡ്, ലൈക്ക് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്യാനും ഇത് നല്ലതായിരിക്കും. സോ വാട്ട് വുഡ് ബി വൺ അഡ്വൈസ് യു വുഡ് ഗീവ് ടു പാസഞ്ചേഴ്സ്? യൂഷ്വലി അത് ആൾക്കാർ ഫോളോ ചെയ്യില്ല, ബട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് ദേ ഫോളോ ദാറ്റ് എന്ന് തോന്നിയേ. ഓക്കെ, എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഐ മീൻ മൈൻഡിൽ വന്ന ആദ്യമൊരു കാര്യമാണ് which is easy for them also, for the opposite people also, like opposite people in the sense who are in the flight, which is for pilots and for cabin crews. നിങ്ങൾ കൊണ്ടുവരുന്ന നിങ്ങളുടെ ലഗേജ് അത് ബിഗിനിങ് ലൈക്ക് ഫ്രം ദി വീട്ടിൽ നിങ്ങളത് പ്രിപ്പയർ ആക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാമല്ലോ. ദാറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ഫോർ യു ദാൻ അസ്. എല്ലാവർക്കും അറിയാം എത്രയാണ് കപ്പാസിറ്റി എന്ന് ബാഗിൻ്റെയും, ലൈക്ക് ഐ മീൻ സൂട്ട് കേസിൻ്റെയും നമ്മൾ കയ്യിൽ ക്യാരി ചെയ്യുന്ന ഹാൻഡ് ബാഗിൻ്റെയും
കപ്പാസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് യൂഷ്വലി അറിയാം. എന്നിട്ട് പോലും റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്താണ്? ആവശ്യമില്ലല്ലോ. ആദ്യം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അറിയാം നിങ്ങൾക്ക് അയ്യോ ഇത് കൂടിപ്പോയി, പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് ഒരു ചാൻസ് എടുത്ത് നോക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ 1 കിലോ പോലും കൂടുതൽ എടുക്കില്ല. കാരണം എനിക്ക് അവിടെ നിന്നിട്ട് അൺപാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഈസ് ഐ കാണ്ട് ഇമാജിൻ ദാറ്റ്. അപ്പം that is too much anxiety, right? I mean, നമുക്കിപ്പോൾ ട്രാവലിങ് പേടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ ലൈക്ക് ഇപ്പോൾ എയറോഫോബിയ ഇങ്ങനത്തെ ഒന്നും ആൾക്കാരെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിക്കും ട്രാവലിങ്ങിന് മുന്നേ കുറച്ചൊരു എൻസൈറ്റി ഉണ്ട്. അത് ഏതൊരാൾക്ക്, ഇപ്പോൾ എനിക്ക് പോലും ഞാൻ ഇത്ര ഫ്ലൈറ്റ്സ് ചെയ്തിട്ടും ഒരു ഫ്ലൈറ്റിന് മുന്നേ എനിക്ക് അവിടെ എത്തണം എന്ന് പറയുമ്പോൾ കുറച്ചൊരു എൻസൈറ്റിയാണ്. ഐ മീൻ ഞാൻ ആ ട്രാൻസ്പോർട്ടേഷൻ പോകുന്നൊരു ടൈമിൽ, ലൈക്ക് വണ്ടി ഓടിച്ച് പോകുന്ന ടൈമിൽ കോൾ അറ്റൻഡ് ചെയ്യൂല, എനിക്ക് ആരുടെ മെസ്സേജ് നോക്കാൻ പറ്റൂല. അവിടെ പോയി ഒന്ന് കയറി ചെക്ക് ഇൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ഫോർ എവറി പീപ്പിൾ ഓൾസോ. ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് അവിടെയൊക്കെ പോയി ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഒന്ന് ഗേറ്റിന് മുന്നേ വരുമ്പോഴാണ് നമ്മളൊന്ന് കോളൊക്കെ എടുത്തിട്ട് പറയുന്നത് ഞാനിപ്പോൾ കയറാൻ എല്ലാം കഴിഞ്ഞ കേട്ടോ സമാധാനമായി. ആ ഒരു വേർഡ് നമ്മൾ കോപ്പി പേസ്റ്റ് അടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഇത്രയാണ് ലഗേജ്, ഇത്രയാണ് നിങ്ങളുടെ കപ്പാസിറ്റി, പിന്നെ എന്തിനാണ് ആദ്യമേ റിസ്ക് എടുക്കുക? കാരണം നിങ്ങൾക്കാണ് കൂടുതൽ എൻസൈറ്റി വരുന്നത്. ഇനിയിപ്പോൾ ഓക്കെ എങ്ങനെയൊക്കെയോ ആ എൻസൈറ്റി ഒക്കെ മാറ്റി നിങ്ങൾ എയർപോർട്ടിലോട്ട് എത്തി, ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വേറെ ടെൻഷൻ. ഒന്നെങ്കിൽ ഒളിച്ചും പാത്തും അവരെ പറ്റിച്ചിട്ടൊന്ന് കയറി പോകണം. അതാണ് ആദ്യത്തെ തിങ് മൈൻഡിൽ. അഥവാ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓക്കെ അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്ത റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അത് കൊണ്ടേ കൊടുക്കുക. അത് വേറൊരു പേടി. പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫിന് വേറൊരു ഹെഡേക്ക്. ഗ്രൗണ്ട് സ്റ്റാഫിനും ഹെഡേക്ക്. ആൾക്കാർ വന്ന് അത് അവർ അടുത്ത ആളെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു ഫ്ലൈറ്റിൽ ചിലപ്പോൾ 300-500 ആൾക്കാരെ മാത്രമല്ല നോക്കുന്നത്. അവർ രാവിലെ തൊട്ട് രാത്രി വരെ ഇഷ്ടം പോലെ വരുന്ന ഫ്ലൈറ്റ്സിലെ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അവർക്കും മാറ്റി വെക്കണം. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ അതൊക്കെ മാറ്റി വെച്ചു. ആ വെയിറ്റിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺ ബോർഡിലോട്ട് വരാൻ നേരത്ത് എവിടെയും റൂളില്ല, മാൻഡറ്ററി അല്ല, എഴുതി വെച്ചിട്ടില്ല ദാറ്റ് നമ്മളാണ് ആ സൂട്ട് കേസൊക്കെ എടുത്ത് മുകളിലോട്ട് വെക്കണ്ടേന്ന്. നോ, ഇറ്റ്സ് ജസ്റ്റ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് ദം ഇഫ് ദേ ആസ്ക്. അല്ലെങ്കിൽ പീപ്പിൾ ആസ്ക് യു ടു കീപ് ഓൺ ടോപ്പ്. അവർ തരും. I didn't know that. They give. അതെനിക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് യൂഷ്വലി വി കീപ് ഓൺ ടോപ്പ്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഹാൻഡ് ബാഗ് സംടൈംസ് ഇഫ് ഇറ്റ്സ് എ ബിഗ് വൺ ദേ വുഡ് ആസ്ക് യു ടു കീപ് ഡൗൺ ഓർ ദേ വുഡ് ആസ്ക് ടു ഓക്കെ അങ്ങനെയുണ്ട്. കുറേ പേര് 30% of ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, യു ആസ്ക് മീ ലൈക്ക് ഇൻ എ ഷോക്കിംഗ് വേ. അങ്ങനെ ഉണ്ടോയെന്ന്. അത് ആകെ 30% ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം നിങ്ങളൊക്കെ അതിപ്പോൾ ഞാൻ ഒരിക്കലും ഒരാളെയും കുറ്റം പറയുക അല്ലെങ്കിൽ കുറവായിട്ട് പറയില്ല. അത് എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണോ അതോ നിങ്ങൾ വളർന്നു വന്ന കൾച്ചർ ആൻഡ് സറൗണ്ട് അതെന്താണെന്ന് എനിക്കൊരു ഇതായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ 70% ഓഫ് ആൾക്കാർ വന്നിട്ട് പോകും. ചെയ്തോ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഐ ഹാവ് ഒബ്സർവ് സംതിങ് എൽസ് ദാറ്റ് there is ഈ ജോബ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ പേരൻസിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ഓർ ദ സംടൈംസ് പാസഞ്ചേഴ്സിന് ദേ ഹാവ് ദിസ് കൈൻഡ് ഓഫ് ഇവർ നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇസ് ദെയർ ഇൻ ദ മൈൻഡ് അല്ലേ? ഐ മീൻ ഇഫ് ഐ പുട്ട് ഇറ്റ് ഇൻ എ ടേം ലൈക്ക് ഒരു സെർവൻറ്റ് ട്രീറ്റ്മെൻറ്റ് സംടൈംസ് ദേ ഡു ദാറ്റ്. യു ഗെറ്റ് ദാറ്റ് ഓഫൻ. ഗ്ലോറിഫൈഡ് വെയിട്രസ്. Yeah, good. Or 35,000 feet above. Yeah, on 35,000 feet. I mean, ours is not 35,000, like 40,000. Okay. Yeah. But yeah, that's what we are called as. And, yeah, I will take that as a compliment. Why not? Yeah. Talking about the baggage, the luggage ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് I always wanted to know what is there in that iconic black suitcase that you guys carry. അതിനകത്ത് എന്താണ് ഉള്ളത്? What is inside that? ഐക്കോണിക് ബാഗിൻ്റെ അകത്ത് ഐക്കോണിക് ആയിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ആണ്. So it's you keep it in the flight as well, like hand baggage. So we also have 2 bags. One is suitcase which goes with the normal luggage. നമ്മുടെ കാർഗോനകത്ത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എല്ലാവരുടെയും ലഗേജിൻ്റെ കൂടെ തന്നെ പോകുന്നത് നമ്മുടെ സൂട്ട് കേസ്. അത് നമ്മൾ സൂട്ട് കേസ് എന്ന് പറയും. നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്യുന്നത് ക്യാബിൻ ബാഗ്. അപ്പോൾ ഈ ക്യാബിൻ ബാഗാണ് മേ ബി കണ്ടിട്ടുള്ളത്, നല്ല ബ്ലാക്ക് കളറായിട്ട് എവരി വൺ ഹാവ് ദ സെയിം. സോ അതിനകത്ത് നമ്മുടെ ആക്ച്വലി നമ്മുടെ മാൻഡറ്ററി ആയിട്ടുള്ള കുറച്ച് യൂണിഫോം ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ വെച്ചേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് വെക്കാം. സോ യൂണിഫോം ഐറ്റംസ് വെക്കുമ്പോൾ നമുക്ക് 2 ഷൂസ് ഉണ്ട്. ഒന്ന് നമ്മൾ പുറത്ത് ലൈക്ക് ആൾക്കാരുടെ മുന്നിൽ, ഐ മീൻ ഈവൻ ഫ്ലൈറ്റിൻ്റെ അകത്തും ആൾക്കാരുടെ തന്നെയാണ്, പക്ഷേ ഓൺ ബോർഡിൽ. സോ ഓൺ ബോർഡിലും ഓഫ് ബോർഡിലും ഇടുന്ന 2 ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്. നമ്മൾ ഓൺ ബോർഡിൽ ഫ്ലാറ്റ്സ് ഇടാൻ പാടുള്ളൂ. മാൻഡറ്ററി ആയിട്ട് ഫ്ലാറ്റ്സേ പറ്റത്തുള്ളൂ. പുറത്ത് ആകുമ്പോൾ നമ്മളത് ഹീൽസ് ആയിരിക്കണം.
നമുക്കിനി ഫ്ലാറ്റ്സ് ഇടാൻ പറ്റത്തില്ല. അത് കമ്പൽസറി ഹീൽസ് ആയിരിക്കണം. ഒന്നുകിൽ മീഡിയം ഹീൽസ് അല്ലെങ്കിൽ ലോങ് ഹീൽസ്, വിച്ച് ഇസ് വെരി കമ്പൽസറി. സോ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറുന്ന വരെ നമ്മൾ ഹീൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്ന ഫ്ലാറ്റ്സ് അത് നമ്മളുടെ ബാഗിനകത്ത് ഉണ്ടാവും, ക്യാബിൻ ബാഗിനകത്ത്. പിന്നെ നമ്മളുടെ പൈജാമ, ഫ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് റെസ്റ്റ് കിട്ടും, നമുക്ക് ഉറങ്ങാനും നമുക്ക് നമ്മുടെ ബ്രേക്സ് കിട്ടും. അപ്പോൾ ആ ടൈമിൽ കമ്പൽസറി ആയിട്ട് നമ്മളുടെ യൂണിഫോം മാറ്റിയിട്ട് നമ്മൾ നമ്മളുടെ പൈജാമയിലായിരിക്കണം. the long haul flights അല്ലേ? ലോങ് ഹോൾ ഫ്ലൈറ്റ്സ്. I have seen that space, a sleeping space ഞാൻ കണ്ടു. It's very claustrophobic. I'm a claustrophobic person. ഞാൻ ഇങ്ങനെ, do you sleep in that? Like you get proper sleep in that? എനിക്ക് കിട്ടും. ഐ മീൻ, ആസ് ഐ ഓൾവേസ് സേ ടു എവ്രി വൺ, സ്കൈ ഈസ് മൈ സെക്കൻഡ് ഹോം. ഫ്ലൈറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയാണ് എനിക്ക് മര്യാദയ്ക്ക് ആക്ച്വലി ഉറങ്ങാൻ പറ്റുന്നതും തിന്നാൻ പറ്റുന്നതും എല്ലാം ചെയ്യാൻ പറ്റുന്നതും ഫ്ലൈറ്റിൻ്റെ അകത്താണ്. ദാറ്റ് ഈസ് മൈ പേഴ്സണൽ തിങ്. ഓക്കെ, ഐ ലൈക്ക് ടു, എനിക്ക് ഫ്ലൈറ്റ് കിടന്ന് ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും എൻ്റർടൈൻമെൻറ്റ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ when I see that space, it's like a small cubicle. അത് ഈ ലോങ് ഫ്ലൈറ്റ്സിനാണ് കൂടുതലും വരുന്നത് അല്ലേ, where people get turned to sleep. Even pilots get to sleep അല്ലേ? the same place only where everyone sleeps. I mean, because you said you're claustrophobic, so this is why you have that certain issue. Otherwise I guess it's okay, anyone can go and sleep. Space ചെറുതാണെങ്കിലും it's enough for a person to rest well. അപ്പം coming back to pyjamas, അപ്പം ബാഗിനകത്തുള്ളത് it's all these things, what you require. പൈജാമ, പിന്നെ നമ്മളുടെ വേറെ യൂണിഫോം ഉണ്ട്. നമ്മൾ ജാക്കറ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടബാറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹാഫ് കോട്ട് അങ്ങനത്തത്. പിന്നെ നമ്മുടെ ഹാറ്റ്, നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ ഹാറ്റ് യൂസ് ആക്കൂല. ലാൻഡ് ചെയ്യുന്ന സമയത്ത് only on disembarkation and also when people are boarding. Only this time വി ആർ വെയറിങ് അവർ ഹാറ്റ്. അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ ഹാറ്റ് ഇടൂല. അപ്പോൾ ആ ഹാറ്റ് നമ്മൾ ക്യാബിൻ ബാഗിൽ ഊരി വെക്കും. പിന്നെ നമ്മുടെ ഒരു ഹാൻഡ് ബാഗും ഉണ്ട്, വിച്ച് യു ക്യാൻ സീ കോമൺ ഇൻ എവ്രി വൺസ് ഹാൻഡ്, വിച്ച് ഇസ് റെഡ് കളർ. സോ അതും നമ്മൾ ആ ബാഗിനകത്ത് വെക്കും. പിന്നെ നമ്മളുടെ വേറെ പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള അവർ മേക്കപ്പ് ആൻഡ് ലൈക്ക് യു സെഡ് കുറേ പേരുണ്ട്. ഇപ്പം മീ ഓൾസോ പേഴ്സണലി ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ സ്നാക്സ് കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്യാബിൻ ബാഗിനകത്ത് തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് ഞാനത് യൂസ് ആക്കും. ഈ നമ്മൾ പറഞ്ഞല്ലോ യൂണിഫോമിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. ആൻഡ് ഐ ലവ് ദറ്റ് റെഡ് സ്ക്രഞ്ചീസ്, സം ഓഫ് യു വെയർ ദാറ്റ്. അപ്പം അതിൻ്റെ കൂടെ സംതിങ് ദാറ്റ് ഒരു ചെറിയ സ്ലിപ്പ് ഓഫ് ദാറ്റ് മൈറ്റ് അഫക്റ്റ് യുവർ ഫ്ലൈയിങ് അവേഴ്സ്. നമുക്ക് നോക്കുമ്പം ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ തിങ്. അങ്ങനത്തെ എന്തെങ്കിലും കാര്യമുണ്ടോ ദാറ്റ് വുഡ് അഫക്റ്റ് യുവർ ഫ്ലൈയിങ് അവേഴ്സ്? ലൈക്ക് നമ്മളിപ്പോൾ പാസ്പോർട്ട് ആൻഡ് ഓൾ വി നോ അത് എന്താണെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും. ബട്ട് is there something in the uniform or code that you have to അത് ഇട്ടില്ലെങ്കിൽ that will affect your flying hours or you're not allowed to fly? അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് സാധനങ്ങൾ ഐ എം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്, എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടോ? ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഞാൻ പോയി. ഓക്കെ, ഐ മീൻ നമ്മുടെ ഇമേജ് ആൻഡ് സ്റ്റാൻഡേർഡ് യൂണിഫോം നമ്മൾ അതിന് പറയും, വിച്ച് ഇസ് ആക്ച്വലി നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും. ഐ മീൻ ഇപ്പോൾ നമ്മൾ ഹാറ്റ് കമ്പൽസറി ആണ്, അത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഡിഫക്റ്റ് ഇൻ ഇമേജ് ആൻഡ് സ്റ്റാൻഡേർഡ് യൂണിഫോം. അപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. സോ ഇമേജ് ആൻഡ് സ്റ്റാൻഡേർഡ് യൂണിഫോമിന് നമുക്ക് ടിക്ക് മാർക്ക് കിട്ടണം എപ്പോഴും നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഐ മീൻ ഹാറ്റ് എന്തായാലും ഉണ്ടാവണം. ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ പാസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവണം. ഈവൻ ബേസിക് ആയിട്ടുള്ളത് വൺ തിങ് ഇസ് അവർ നെയിൽ പോളിഷ്. Yeah, see, that's what ഞാനത് ഇമാജിൻ ചെയ്ത. You have like that. We have to have nail polish. At least clear അല്ലെങ്കിൽ colored ഉണ്ടാവണം. And we have certain colors also. Imagine there is pink which we are allowed. പക്ഷേ certain type of pinks. ഞാനിപ്പോൾ കയറിയ നമുക്ക് ആ ഉള്ള certain types of പിങ്കിൻ്റെ കളറല്ല വേറൊരു ടൈപ്പ് ഓഫ് പിങ്കാണ് ചെയ്യുന്നതെങ്കിൽ അതും ഇഷ്യൂ ആണ്. അത് കണ്ടിട്ട് അവർ പറയും യു ആർ നോട്ട് അലൗഡ് ടു ബി ഇൻ ദ ഫ്ലൈറ്റ്, വിച്ച് ഇസ് ഇവൻച്വലി യുവർ ആബ്സെൻറ്റ്. പിന്നെ റിപ്പോർട്ട്, പിന്നെ മാനേജർ വിളിക്കുക, പിന്നെ നല്ല സുഖമായിട്ട് വീട്ടിൽ പോയിട്ടിരിക്കുക, പിന്നെ നല്ല ഇവിടെ നിന്നൊക്കെ കേൾക്കുക, ഇവിടെ നിന്നൊക്കെ കളയുക, പിന്നെ മറ്റേ എന്താ പക്ഷികളൊക്കെ പറക്കൂലേ, ആ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് കിട്ടും. സോ ബേസിക് അത് വിച്ച് പീപ്പിൾ ആർ നോട്ട് അവെയർ ഓഫ്. കാരണം കുറച്ച് പേര് നെയിൽസ് ചെയ്യും, കുറച്ച് പേര് നെയിൽസ് ചെയ്യൂല. അവർ വിചാരിക്കുന്ന നെയിൽസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ടിരിക്കണം, ട്രാൻസ്പാരൻ്റ് നമ്മൾ ഇട്ടിരിക്കണം. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് വി ആർ സപ്പോസ് ടു ഡു. അവർ മേക്കപ്പിൽ പോലും നമ്മുടെ ലിപ്സ്റ്റിക്ക് റിപ്ലനിഷ് ചെയ്തില്ല എന്ന് വെച്ചോ, മീൻസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇറ്റ്സ് എ പ്രോബ്ലം. യു ആർ നോട്ട് അലൗഡ് ടു ബി ഇൻ ദ ഫ്ലൈറ്റ്. So this is like certain small things which, and then before it was mandatory but now it's not. About the crunch you said, the red color, before it was mandatory, അത് ഇല്ലെങ്കിൽ നമ്മൾ കേറ്റൂലായിരുന്നു. ഇപ്പം അത് മാൻഡറ്ററി അല്ല. You can see some people wearing that and some not wearing.
സാലറിയുടെ കാര്യം വരുന്ന സമയത്ത് മോസ്റ്റ് പീപ്പിൾ ഹാവ് ദിസ് തോട്ട് ദാറ്റ് എയർ ഹോസ്റ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേ സ്കെയിൽ ദേ ഗെറ്റ് എവറി മന്ത് ദ സെയിം സാലറി. ഈവൻ ഐ വാസ് അണ്ടർ ദാറ്റ് അസംഷൻ സെയിം സാലറിയാണ് എല്ലാ മാസവും കിട്ടുന്നത്. അങ്ങനെയാണോ? അതോ ഐ ഹാവ് സീൻ എ വീഡിയോ വെയർ ലൈക്ക് വെർ എവർ ഈസ് യുവർ ലേ ഓവർ ആ മാസത്തെ സാലറി യു ഗെറ്റ് അണ്ടർ ലൈക്ക് അവർ ഡോറിൻ്റെ അടി കൂടി ഇങ്ങനെ ഇട്ട് തരുന്നത്. നമ്മൾ ലൈക്ക് കൊള്ളാലോ, ഈ പരിപാടി കൊള്ളാലോ, എവിടെ ഇരിക്കുന്നു അവിടെ പെട്ടെന്ന് സാലറി വരുന്നു. ഹൗ ഇസ് ഇറ്റ്? ടെൽ മീ, ബ്രേക്ക് ദാറ്റ് മിത്ത് ഫോർ മീ. എങ്ങനെയാണ് സാലറി ഫോർ ദിസ് പേഴ്സൺ? സോ എല്ലാം എയർലൈൻസിലുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ എയർലൈനിലും നമുക്ക് ബേസിക് സാലറി ഉണ്ട്, പിന്നെ ഫ്ലൈയിങ് പേ ഉണ്ട്, പിന്നെ ലേ ഓവർ അലവൻസ് ഉണ്ട്, പിന്നെ സർട്ടൺ പ്രിവിലേജസ് ലൈക്ക് ഇപ്പം നമ്മൾ അവരുടെ അക്കോമഡേഷനിലല്ല താമസിക്കുന്നത്, പുറത്താണ് താമസിക്കുന്നത്, വിച്ച് ഇസ് ലിവ് ഔട്ട് അലവൻസ് എന്ന് പറയും. അത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പുറത്താണ് താമസിക്കണമെങ്കിൽ നമ്മൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ നോക്കണം. അതിനുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് അവർ തരും. പക്ഷേ അക്കോമഡേഷനിലാണെങ്കിൽ അവർ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. പിന്നെ സർട്ടൺ പെർക്സ് ലൈക്ക് അവർ ഡിസ്കൗണ്ടഡ് ടിക്കറ്റ്സ് ഫോർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ എല്ലാം കൂടെ ചെയ്തിട്ട് നമുക്കൊരു പേ ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ ബ്രേക്ക് ഡൗൺ. പക്ഷേ ഈ മാസം തോറും സെയിം കിട്ടുന്നത് ഇല്ല, സെയിം അല്ല. ബേസിക് സാലറിയും നമ്മുടെ ഫ്ലൈയിങ് അവേഴ്സ് കമ്പൽസറി ആയിട്ട് ഇത്ര നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ള നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് ഇത്ര ഒരു മാസം പേയ്മെൻറ്റ് വിച്ച് ഈസ് ഫോർ ഷുവർ എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ വരുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഫ്ലൈറ്റ് അവേഴ്സ്, നിങ്ങൾ എത്ര ചെയ്തു, പിന്നെ നിങ്ങൾ ഏതൊക്കെ ഡെസ്റ്റിനേഷൻസിലോട്ടാണ് പോകുന്നത്. ലേ ഓവർ അലവൻസ് ഇല്ലേ, പല ഡെസ്റ്റിനേഷനിലും പലതാണ്, സെയിം അല്ല. US വേറെയാണ്, UK വേറെയാണ്, യൂറോപ്പിൽ വേറെയാണ്, ഏഷ്യൻ കൺട്രീസിനെ ബേസ് ചെയ്തും അത് ഡിഫർ ചെയ്യുന്നുണ്ട്. നോട്ട് ദ ടൈമിങ്സ്. ഓക്കെ. പക്ഷേ ഏതൊരു രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാലും ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ സെയിം പേ ആവുന്നത് അവർ ഫ്ലൈ പേ പെർ അവർ ഇത്രയാണ് ഫ്ലൈ പേ എന്നുള്ളത് ഉണ്ട്. അതിന് മാറ്റമില്ല. അതിപ്പോൾ 7 hours ആണ്. ഇപ്പോൾ UK ഫ്ലൈറ്റ് ആണെങ്കിൽ പെർ അവർ വെച്ച് ഇത്ര വെച്ച് നിങ്ങൾക്ക് 7 hours കിട്ടും. പക്ഷേ US ഫ്ലൈറ്റിൽ ഇപ്പോൾ 14 മണിക്കൂറാണെങ്കിൽ അതും പെർ അവർ ഇത്ര വെച്ച് നിങ്ങൾക്ക് കിട്ടും. അത് ഫോർ ഷുവർ സെയിം ആണ്. പക്ഷേ ലേ ഓവർ അലവൻസ് ഇസ് ഡിഫറെൻറ്റ്, ഡിപ്പെൻസ് ഓൺ ദി കൺട്രീസ്. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എക്സ്പെൻസീവ് ആണോ അതോ എങ്ങനത്തെ കൺട്രീസ് ആണെന്നനുസരിച്ചിട്ട് നമ്മളുടെ പേ അവിടെ കുറയും കൂടെയൊക്കെ ചെയ്യും. പിന്നെ എത്ര ദിവസമാണ് നിൽക്കുന്നത് അനുസരിച്ചിട്ടും, ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ ലേ ഓവർ അലവൻസേ കിട്ടുള്ളൂ. ഇപ്പോൾ 3 days സ്റ്റേ ആണെങ്കിൽ 3 days ലേ ഓവർ അലവൻസ് കിട്ടും. സോ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഓരോ മാസം വരുന്ന സാലറി ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ മിനിമം ഇത്ര പേയ്മെൻറ്റ് നമുക്ക് എന്തായാലും ഷുവറായിട്ട് കിട്ടും. കാരണം നമ്മുടെ ബേസിക് പേയും ഉണ്ട്, പിന്നെ മിനിമം നമ്മൾ ഇത്ര ഫ്ലൈറ്റ് അവേഴ്സ് ചെയ്തിരിക്കണം എന്നുള്ള കമ്പൽസറി ഉണ്ട്. സോ ഈ ഫ്ലൈയിങ് അവേഴ്സ്, സോ വെൻ യു വോണ്ട് ടു ടേക്ക് എ ലീവ്, ലൈക്ക് ഡു യു റിയലി, ഐ മീൻ ആസ് എ പേഴ്സൺ do you think about like ഈ ഫ്ലൈയിങ് അവേഴ്സ് അഫക്റ്റഡ് ആവുമല്ലോ? ഡസ് ഇറ്റ് കൺസേൺ യു? ബിക്കോസ് ഈ മാസം നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് കിട്ടി, നെക്സ്റ്റ് മന്ത് വിൽ ബി പ്ലാനിങ് സംതിങ് വിത്ത് ഇറ്റ്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നല്ലോണം കൺസേൺ ഉണ്ട്. ഇപ്പം ഇത് എൻ്റെ ആനുവൽ ലീവ് അല്ലേ, ആകെ കുറച്ച് ഫ്ലൈറ്റേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുക എന്തിന് ഈ മാസം എൻ്റെ ആനുവൽ ലീവ് വന്നത്. ഐ ഡിൻ റിക്വസ്റ്റഡ് ഫോർ ദി ആനുവൽ ലീവ്, ദേ ജസ്റ്റ് ഗേവ് മീ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കുക എന്തിനാ ഈ മാസം തന്നെ വന്നത്, കാരണം അടുത്ത മാസം ഡിസംബർ ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് ആയി, ന്യൂ ഇയർ ആയി. സോ ദിസ് ഇസ് മൈ കൺസേൺ. ലൈക്ക് എന്താ, ബട്ട് യു വിൽ ഹാവ് മോർ ഫ്ലൈറ്റ്സ് ഇൻ ഡിസംബർ, റൈറ്റ്? അങ്ങനെയല്ലേ വരുന്നത്? പക്ഷേ നവംബറിലെ സാലറിയാണ് നമുക്ക് ഡിസംബറിൽ കിട്ടുന്നത്. ഐ മീൻ എവറി ടൈം ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ലൈക്ക് 1 month ഇങ്ങനെ. ഇനിയിപ്പോൾ ഡിസംബറിൽ എനിക്ക് ഫ്ലൈറ്റ്സും കാര്യങ്ങളും ഉണ്ടായാലും അതിൻ്റെ സാലറി എനിക്ക് ജാനുവരിയിലാണ് കിട്ടുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം, മറ്റേ കൈയടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സാലറി വരുന്നു. ഐ മീൻ ഇപ്പം ഈ മാസത്തിൽ എൻ്റെ പകുതിയോളം ആനുവൽ ലീവ് ആയതുകൊണ്ട് അത്ര ഫ്ലൈറ്റ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്ര ഫ്ലൈയിങ് പേ എനിക്ക് കിട്ടുള്ളൂ. ബേസിക് സാലറി ഉണ്ട്, പക്ഷേ ഫ്ലൈയിങ് പേ കുറവായി. എനിക്ക് ഫ്ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ലേ ഓവറും ഇല്ല, അപ്പോൾ അതിൻ്റെയും കുറവായി. അപ്പോൾ എനിക്ക് അടുത്ത മാസം വരുന്ന ശമ്പളം കുറവായിരിക്കും. മമ്മി കാണുന്നുണ്ടല്ലോ, ഹെൽപ്പ് വേണേ. Talking about mom, there was something I wanted to, when I saw your profile, you have done multiple jobs. ഒരു ജോബിലിരിക്കുന്ന ഈസ് കംഫർട്ട് സോൺ ഫോർ എവ്രി വൺ. നമ്മളത് സേഫായിട്ട് പോകുമായിരിക്കും. യു ഹാവ് ഡൺ, എനിക്ക് ഏറ്റവും ഫാൻസി ആയിട്ട് തോന്നുന്നത് ഫാർമസി ടെക്നീഷ്യൻ, സെയിൽസ് പ്രൊമോട്ടർ, സോ മെനി മോഡൽ, എവറിത്തിങ്, സോ മെനി, കുറേ ജോബ്സ് മൾട്ടി ടാസ്കിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ഹാവ് എ റീസൺ ഫോർ ചൂസിങ് ദിസ് മൾട്ടിപ്പിൾ. ക്യാൻ യു ടെൽ us why were you doing this multiple jobs? Why were you multitasking then? For the money. വെരി മച്ച് പ്രാരാരാരാര ഒരു നാളൊക്കെ ഉണ്ടായിരുന്നു. ഐ വുഡ് നോട്ട് സേ ഫാമിലി വൈസ്, മീൻസ് ഫാമിലി വൈസ് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും ഐ ജസ്റ്റ് വോണ്ടഡ് ടു ഡു സംതിങ് ബൈ മൈ ഓൺ. ഐ മീൻ എൻ്റെ ഒരു പാട്ടെങ്കിലും ഞാൻ ടേക്ക് കെയർ ആയി കഴിഞ്ഞാൽ അത്രയും ഒരു ഭാരം എൻ്റെ ഫാമിലിക്ക് കുറയല്ലോ എന്ന് വെച്ചിട്ടാണ്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഞാനിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എൻ്റെ പാരൻസ് ഓക്കെ അതിന് അഫോർഡ് ചെയ്യും, എൻ്റെ സ്കൂൾ ഫീസ് ആണെങ്കിലും കോളേജ് ഫീസ് ആണെങ്കിലും. പക്ഷേ
അവർക്ക് വീണ്ടും അതൊരു സ്ട്രെസ്സ്, ഐ മീൻസ് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഐ ഗെസ് എവ്രി വൺ ഹാവ് ദെയർ ഓൺ സ്ട്രെസ് ആൻഡ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റീസ്. ഒരാൾ തന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണലായിട്ട് ഇപ്പോൾ ഓക്കെ നമുക്ക് നമ്മളുടെ ഫാമിലി പാരൻസിനോ അല്ലെങ്കിൽ സിബ്ലിങ്സിനോ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ പോലും പേഴ്സണലായിട്ട് തന്നെ ഓക്കെ ഇപ്പോൾ വൈഫില്ല, ഹസ്ബൻഡില്ല, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല, ഇതൊക്കെ ആയാൽ പോലും നമ്മുടെ സോളോ ആയിട്ട് നമുക്ക് എത്ര കാര്യം ടേക്ക് കെയർ ആക്കാനുണ്ട്. നമ്മളുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ അഡ്വഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഫണ്ടിന് വേണ്ടി പുറത്തൊക്കെ ഇറങ്ങാൻ പോവുക, അല്ലെങ്കിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി, ഫുഡ് മെയിൻ തിങ്. പിന്നെ നമ്മളുടെ ട്രാവലിങ്ങിന് വേണ്ടി EMI, ടോക്ക് അബൌട്ട് EMI, സർട്ടൺ ലൈക്ക് ഈവൻ ഒരു ഫോണ് തൊട്ട് ഒരു കാറ് തൊട്ട് ഒരു വീട് വരെ നമുക്ക് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും ഒരു മാസത്തേക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ എൻ്റെ ഫാമിലിക്ക് ഉണ്ടായിരുന്ന സ്ട്രെസ്സിന്ന് കുറച്ചെങ്കിലും എനിക്ക് കുറയ്ക്കാൻ പറ്റിയെങ്കിൽ അത്രയ്ക്കും ഹാപ്പി ആവാലോ, ഐ മീൻ അവർക്കും ഹാപ്പി ആവാം, എനിക്കും ഹാപ്പി ആവാലോ. പിന്നെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടിയല്ല ആ സമയത്ത്. ഐ ജസ്റ്റ് വോണ്ട് ടു ഹെൽപ്പ് ഔട്ട് മൈ ഫാമിലി, ആ ഒരു ബേർഡൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓപ്പർച്യൂണിറ്റി വന്നു. എൻ്റെ 16-ാം വയസ്സിലാണ് ഇവിടെ ദുബായിൽ റൂൾ വരുന്നത്, ലൈക്ക് ദ ലോ ഫ്രം 15 years old എനി വൺ ക്യാൻ വർക്ക്. ഐ മീൻ ഇഫ് ദർ സ്റ്റുഡൻറ്റ് ഓർ കോളേജ് നമുക്ക് NOC എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റൂൾ വന്നത്. അത് ഫസ്റ്റ് കേട്ടപ്പോൾ ഐ മീൻ സോ വെൻ ഐ വാസ് 16 ദാറ്റ് റൂൾ കെയിം. ആ റൂൾ വന്നതും ഐ സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോർ ലൈക്ക് എനി ഓപ്പർച്യൂണിറ്റി ഐ ക്യാൻ ഗെറ്റ് ഓർ നോട്ട്, എവിടെയെങ്കിലും എനിക്കൊരു അവസരം കിട്ടോ. അപ്പോൾ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇല്ലേ അങ്ങ് ഗ്രാബ് ചെയ്തു, അത്രേ ഉള്ളൂ. ബിക്കോസ് ഹിയർ എവ്രി വൺ നോസ് യു നീഡ് ടു ഹാവ് എക്സ്പീരിയൻസ്, നോട്ട് ആസ് എ ക്യാബിൻ ക്രൂ, അറ്റ്ലീസ്റ്റ് ഇൻ എനി ഡീലിംഗ് വിത്ത് പീപ്പിൾ. കസ്റ്റമർ സർവീസ് ഇസ് വെരി കമ്പൾസറി. ക്യാബിൻ ക്രൂ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇപ്പം നമ്മുടെ എമിറേറ്റ്സിൽ കയറി പറ്റുന്നെങ്കിൽ. പക്ഷേ ദീസ് ഓൾ actually added up for my CV, and I could show that to my recruitment team that okay, I had this much work experience, and it was very advantage for me. I mean I was just 23 when I joined. That's amazing. And now it's been 3 years. Now it's almost going to be 3 years. നമ്മളെപ്പോഴും when we hear the cabin crew job, when it comes to families, I see കുറേ families restrict their kids from doing this job. There are so many orthodox and conventional thoughts associated. ഈ cabin crew എന്ന് പറയുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. So how do you deal with it? Because not just here, I can see that social media വരുന്ന സമയത്തും you are putting it out there confidently what you love doing. അതിൻ്റെ പിന്നിലും there will be a lot of things connected and people talking comments. How do you ignore? How do you cut out the external noise? Or how do you deal with this kind of conventional thoughts? ഞാൻ ഇതിനകത്ത് ആൻസർ വെൻ യു സെഡ് ലൈക്ക് ഹൗ യു ഡീൽ വിത്ത് ദിസ്, എൻ്റെ ആൻസർ ഞാൻ പറയാൻ വേണ്ടി പോയത് ഐ ഇഗ്നോർ. ബട്ട് യു ഇറ്റ് സെൽഫ് എഗെയിൻ ആസ് ലൈക്ക് എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യുന്നതെന്ന്. സോ അതിന് ഞാൻ പിന്നെ ഉത്തരം പറയാം. ഐ മീൻ ഫ്രം മൈ വെരി ചൈൽഡ്ഹുഡ് ഐ ഓൾവേസ് ലുക്ക് ഇൻ ടു തിങ്സ് വിച്ച് ഈസ് മോർ ഇൻ എ ബിഗ്ഗർ പിക്ചർ. ഐ മീൻ ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് മൈ ടൈം regardless of like I mean in perspective when I'm looking into my mental health, physical health, emotional health, എനിക്ക് ഒന്നിലും എനിക്ക് എഫേർട്ട് ഓർ ടൈം എടുക്കാനില്ല, വേസ്റ്റ് ആക്കാൻ ഈ കാര്യങ്ങളിലൊക്കെ. ഇതിനും കാട്ടി വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലോട്ട് തന്നെ പോയി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ കാര്യങ്ങൾ ആരും ഒന്ന് ചെയ്ത് തീർക്കും. ലൈക്ക് പീപ്പിൾ സേസ് ലൈക്ക് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ഫ്രം മൈ ടീനേജർ, ബിക്കോസ് ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. സോ ദിസ് തിങ് ഓട്ടോമാറ്റിക്കലി കെയിം ഇൻ ടു മൈ മൈൻഡ്. I'll be there, I'll be the only one who will be there for me. That's a fact. That is a fact. It is a universal truth. It's a law actually. ഒരു ഹാർഷ് റിയാലിറ്റി ആണ്. ബട്ട് വി ഇഗ്നോർ ഇറ്റ് വിത്ത് നമ്മളൊരു പാർട്ട്ണർഷിപ്പിലുള്ളപ്പം സംടൈംസ് വി ഇഗ്നോർ ദാറ്റ്, ബട്ട് ദാറ്റ് ഈസ് ഇവൻച്വലി ദ ട്രൂത്ത് വാട്ട് ഈസ് ദെയർ. ഐ മീൻ ദീസ് ഓൾ ആ ടെമ്പററി. പക്ഷെ ആ ടെമ്പററിക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ടാവും. ഐ മീൻ സി ലൈക്ക് നോ ഫോർ എക്സാമ്പിൾ ഐ എം സേയിങ് ദാറ്റ് യു ആർ മാരിഡ് ടു യുവർ പാർട്ട്ണർ ഫോർ 60 years എന്ന് വെച്ചോ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 60 വർഷമായി 30 വർഷമായി നിങ്ങൾ നിൽക്കുന്നു, അതും ടെമ്പററി ആണ്. ഓൺലി ഫോർ 30 years യുവർ ബീങ് ദെയർ ഫോർ യോഴ്സ് ലൈക്ക് ഫോർ ഈച്ച് അതർ, ഫോർ ഫാമിലി ഓൾസോ. പാരൻസ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇവരൊക്കെ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് പെർമനൻ്റ് ആണ്. പക്ഷെ അല്ല, അതൊക്കെ ടെമ്പററി തന്നെയാണ്. നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് തീർക്കണം. ദാറ്റ് ഈസ് ഫ്രം സ്മോൾ ടു ബിഗ് തിങ്സ്. എന്തൊരു മൈന്യൂട്ട് ആണെങ്കിലും ചെറുതൊട്ട് വലിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടൈം പോലും മതിയാവുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ കാര്യം ചെയ്ത് തീർക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഐ മീൻ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് എനർജി എനിമോർ ഓർ ദാറ്റ് എഫേർട്ട് ഓർ ടൈമില്ല നമുക്കൊരു. അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലായിടത്തും പറയും ഐ എം എ ജെറ്റ് ലാഗ്ഡ് ബേബി ഗേൾ എന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നത്, വിച്ച് ഇസ് മലയാളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കിളി പോയൊരു സാധനം.
ഇത്രയ്ക്കും ഞാൻ കിളി പോയിട്ടിരിക്കുകയാണ് എൻ്റെ ലൈഫിൽ. ഒരാളിപ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാമെന്ന് വെച്ചോ, അല്ലെങ്കിൽ എന്നെ വല്ല ലൈക്ക് യു സെഡ് നാരോ മൈൻഡഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആൾക്കാരൊക്കെ എന്നെ എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധി പോലും എനിക്കില്ല. അതൊന്നും ഉൾക്കൊള്ളുമ്പോഴത്തേക്കില്ലേ ഒന്ന് പേടിക്കണമെങ്കിൽ തന്നെ മറ്റേ ചെറുതായിട്ടൊരു ബുദ്ധി വേണമെന്ന് പറയുന്ന പോലെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. വെരി മച്ച്. അത്ര പോലും എനിക്ക് എൻ്റെ നെർവസ് സിസ്റ്റം ആ ഒരു റിഫ്ലെക്സിൽ നമ്മൾ പറയൂലേ, റിഫ്ലെക്സ് ഓൺ ടൈം, ആ ഒരു സംഭവം എനിക്കില്ല. ഒരു സംഭവം ഒരാൾ പറഞ്ഞു, അതിപ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇല്ലേ, അതൊന്നും എനിക്ക് മനസ്സിലാക്കി തിരിച്ചൊന്ന് അത് കത്തി ട്യൂബ്ലൈറ്റ് ആകുമ്പോഴത്തേക്കും കുറേ നാളാവും. അതെൻ്റെ ഒരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാനത് ഇഗ്നോർ ചെയ്ത് കൊണ്ടുപോകും. ഇതിനെക്കാട്ടി എന്തോരം കാര്യങ്ങൾ നമുക്കിനി ലൈഫിൽ ചെയ്ത് തീർക്കുക. ഐ മീൻ സി, നിങ്ങൾ തന്നെ ഒരു കുറച്ച് ലിസ്റ്റ് എഴുതി വെക്ക്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കഴിവും അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം, എന്തൊക്കെ നമുക്ക് നേടാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? That's amazing. That's an amazing thought process actually. I I'm really appreciate always that. grateful in my life for physically being okay, for now mentally being okay. I mean, just think about those people who are not privileged than you. ഞാൻ എപ്പോഴും എൻ്റെ മുകളിലുള്ള ആൾക്കാർ നോക്കാറുണ്ട് ഡെഫിനറ്റ്ലി, ബിക്കോസ് എനിക്ക് ഞാനതൊരു എയിമായിട്ട് വെക്കാനും ഗോളായിട്ട് വെക്കാനും ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയും ഐ ഹാവ് സോ മെനി പീപ്പിൾ ഹു ഐ ലുക്ക് അപ്പ് ടു. അതിന് വേണ്ടി ഞാൻ എൻ്റെ മുകളിലുള്ള ആൾക്കാരെ നോക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഞാൻ കൂടുതൽ ഡബിൾ ഓർ ത്രൈസ് ഞാൻ നോക്കുന്നത് എൻ്റെ താഴെയുള്ള ആൾക്കാരെയാണ്. എത്ര പേരുണ്ട് മര്യാദയ്ക്ക് ചിലപ്പോൾ എനിക്ക് ഞാൻ അവരുടെ കാര്യം പറയുന്നില്ല, എനിക്ക് 2 കണ്ണുണ്ട്, ഒരു മൂക്കുണ്ട്, ഒരു വായുണ്ട്, 2 കൈയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ മറ്റുള്ള ആൾക്കാർ പറയുന്ന നെഗറ്റീവോ അല്ലെങ്കിൽ അവരത് പറയുന്നത് കൊണ്ട് ഞാനതാവണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ അവരിതൊക്കെ പറയുന്നു വെച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പൈസ കൊണ്ടുവരും. ഐ ഓൾവേസ് സേ വൺ ഡയലോഗ് ടു എവ്രി വൺ, നോ വൺ പേസ് മൈ ബിൽ. Yeah, you're doing it yourself. Yeah, so in that case, I will have to ignore. I don't have another option. Sometimes I really want to look up to those people, like who always take up that negative or hate or don't like. ഇങ്ങനത്തെ നമുക്ക് ഏതൊരു നെഗറ്റീവ് വേർഡ് എടുത്തോ അതൊക്കെ എനിക്ക് ആക്ച്വലി എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ അത് നല്ലതാ. നമുക്ക് നമ്മുടെ സെൽഫ് നമ്മൾ കോമ്പറ്റീഷൻ വെക്കും. ഐ ആം മൈ ഓൺ കോമ്പറ്റീഷൻ ഓർ എൽസ് ഒരു റിവെഞ്ചായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കണം അവരുടെ മുന്നിൽ. എനിക്ക് വാലിഡേഷൻ വേണം, എനിക്ക് അപ്രിസിയേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ചിലർ അത് നല്ല രീതിയിൽ എടുക്കും. എനിക്ക് അങ്ങനത്തെ ഒരു ഉള്ളിലില്ല ഒരു ഫയർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു ബുദ്ധിയോ അല്ലെങ്കിൽ ഉറക്കോ ഒന്നും എനിക്കില്ല. കിട്ടുന്ന ടൈമേ എങ്ങനെയെങ്കിലും അത് പ്രൊഡക്റ്റീവായിട്ട് നോക്കാൻ. സർ, ദിസ് ഇസ് വാട്ട് ഐ മെന്റ്. ഐ വോണ്ട് ടു ബി പ്രൊഡക്റ്റീവ് ഓൾവേസ് 24/7. അത് ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫിസിക്കലി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഒരിടത്ത് വെറുതെ ഇരുന്നിട്ട് സമാധാനത്തോടെ ബ്രീത്ത് ഔട്ട് ചെയ്താൽ തന്നെ അതൊരു പ്രൊഡക്റ്റീവാണ് എനിക്ക്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് വിൽ ബി ഓക്കെ, നോ? So yeah, this is how I balance. That made a lot of sense. That's amazing. See, the purpose of Made It, like how I was explaining ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ the purpose is for achievers, and I believe you are truly one, especially with the last statement you said. Like എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല because I am achieving something in my life, and the purpose of this Made It was to understand more about the aviation field. It was really engaging, and you had a very clear answer, a clarity for everything. So it was really amazing session. Thank you so much for being on the show. Thank you so much, dear. You were also so kind. I'm so privileged. I feel so honored that you invited me and I could have a session with you. You're so beautiful, and like I don't know if everyone knows that you have a child also, right? വലിയൊരു കുട്ടിൻ്റെ അമ്മയാണ് മക്കളെ. എൻ്റെ സിംഗിൾസ് പോഡ്കാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അയ്യോ എന്നാ ഓക്കെ ഞാൻ പറയാം സിംഗിൾ ആണ് റെഡി ടു മിംഗിൾ. Sorry Niju. Right, so thank you so much for being on Made It. So that's all for today. Wait for the next episode of Made It. This is Keerthi on NVM Media.